ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ക്വാളിറ്റി കുറഞ്ഞ വീഡിയോനെ ഈ കാണുന്ന ഒരു 4K ക്വാളിറ്റിയിലോട്ട് എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ വീഡിയോ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാരണം എൻ്റെ ഫോണിൽ എടുക്കാൻ നേരം എൻ്റെ ഫോൺ ആകെ ചത്തിരിക്കുകയാണ്. അപ്പോൾ എടുക്കാൻ നേരം ഇതേപോലെയാണ് എനിക്ക് വീഡിയോസ് കിട്ടാറുള്ളത്. അപ്പോൾ അതിനെ ഞാൻ ഈ ഒരു രീതിയിൽ 4K ക്വാളിറ്റിയിലോട്ട് ആക്കിയിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ஆரம்பிக்கலாங்களா? അപ്പോൾ നിങ്ങൾ CapCut ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് ക്ലാരിറ്റി കൂട്ടേണ്ടത് ആ ഒരു വീഡിയോ ഇതിലോട്ടൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തുമാത്രം ഒരു ബ്ലർ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്നുള്ളത്. എന്നിട്ട് താഴെ നിങ്ങൾ അഡ്ജസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കോൺട്രാസ്റ്റും സാറ്റുറേഷനൊക്കെ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളുടെ വീഡിയോയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളത് നോക്കാൻ നേരം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം എന്നുള്ളത്. അതനുസരിച്ച് ചെയ്യുക. പിന്നെ ഷാർപ്പ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് 100 വെക്കണമെങ്കിൽ വയ്ക്കുക. ഞാനിപ്പോൾ അത്രയും വെക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു 15-16 ആ റേഞ്ചിലാണ് വെക്കുന്നത്. എന്നിട്ട് HSL ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ എന്തൊക്കെ കളേഴ്സാണോ ഉള്ളത് അപ്പോൾ ആ ഒരു കളേഴ്സ് ഇതൊന്ന് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സാറ്റുറേഷൻ ഒന്ന് കൂട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഹൈലൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോക്ക് അനുസരിച്ച് ഒന്ന് ഹൈലൈറ്റ് ഒന്ന് കുറയ്ക്കുന്നുണ്ട്. എന്നിട്ട് തൊട്ടടുത്തുള്ള ആ ഒരു വീഡിയോ ക്വാളിറ്റി ഇല്ലേ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റെഡ്യൂസ് ഇമേജ് നോയ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് വീക്കിലോട്ടാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒത്തിരി പേർക്ക് എന്നെ പോലുള്ള പ്രശ്നം തന്നെ ആയിരിക്കും. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഐഫോണൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. പിന്നെ ഇതിൽ മേക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾ താഴെ കാണുന്ന ആ ഒരു എഫക്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഒരു എഫക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ എഫക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ലെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനിൽ താഴോട്ട് നിങ്ങളിങ്ങനെ നീക്കാൻ നേരം ഷാർപ്പൻ എഡ്ജസ് എന്നുണ്ടാകും കാണിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കണം. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്നിട്ട് താഴെയുള്ള അഡ്ജസ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ അതിൽ ഷാർപ്പനൊന്ന് കുറയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ സൈസായാലും കുറച്ച് ഞാൻ ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതിങ്ങനെ നീക്കാൻ നേരം നിങ്ങൾക്ക് വീഡിയോയിൽ ആ ഒരു ചേഞ്ചസ് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ റേഞ്ച് ഞാൻ കുറച്ച് കുറയ്ക്കുന്നുണ്ട്. പിന്നെ ഫിൽറ്റർ വെക്കേണ്ട കേട്ടോ. ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തോ ഒരു കോലായിരിക്കും ഉണ്ടാവുക. പിന്നെ ബ്ലറാക്കുന്നത് നമ്മുടെ ഫേസ് ഒന്ന് ബ്ലറാവുമ്പോൾ ഒരു സ്മൂത്ത് ടെക്സ്ചർ വരും. അത് കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും കേട്ടോ. കാരണം നമ്മുടെ മുഖത്തുണ്ടായ പാടുകളൊന്നും അതിൽ വരത്തില്ല. ഫിൽറ്റർ ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിലുള്ള മാതിരി ആയിരിക്കില്ല നിങ്ങളുടെ വീഡിയോയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളത് നോക്കി ചെയ്യാം. ഇനി നമുക്കതൊന്ന് വീഡിയോ ഒന്ന് സേവ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് ആ ഒരു എഫക്റ്റ് നിങ്ങൾ ആക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് സേവ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തത് വിങ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിലാണ്. അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ കിട്ടത്തില്ല. ഇതിൻ്റെ ലിങ്ക് ഞാൻ ടെലിഗ്രാം ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൽ ഇമേജ് ക്വാളിറ്റിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അൾട്രാ HD എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ട്രൈ നൗ കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഗാലറിയിൽ നിന്ന് ഒരു വീഡിയോ ഇതിലോട്ട് ഒന്ന് ആഡ് ആക്കി കൊടുക്കാം. ഡ്യൂറേഷൻ കുറവുള്ള വീഡിയോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. കുറച്ച് ഡ്യൂറേഷൻ കൂടുതലുള്ളതാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ നമുക്കതൊരു 4K ക്വാളിറ്റിയിൽ എഡിറ്റായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ബിഫോർ ആഫ്റ്റർ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കാൻ നേരം അത് എന്തുമാത്രം ക്വാളിറ്റി ആയിട്ടുണ്ടെന്ന് മനസ്സിലാവും കേട്ടോ. എന്നിട്ട് നിങ്ങൾ മുകളിലുള്ള ആ ഒരു സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോസായിട്ട് കാണും വരെ ബൈ ബൈ.